ലോക സൗഹൃദങ്ങളെ നിങ്ങൾക്കേവർക്കും പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനൽ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മൂവാറ്റുപുഴ പെരുമ്പാവൂർ റോഡിൽ കീഴളം ജംഗ്ഷനിൽ കനാൽ പാലത്തിന് താഴെയായി പ്രവർത്തിച്ചു വരുന്ന ഒരു വിശാലമായ അലങ്കാര മത്സ്യ വിപണന മേഖലയിലേക്കാണ്. ഈ വിപണനശാല പുറമെ നിന്ന് നോക്കുമ്പോൾ ഒരു പക്ഷേ ചെറുതായി നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ അങ്ങോട്ട് നടക്കുമ്പോഴാണ് ഇതിൻ്റെ വിശാലത മനസ്സിലാകുന്നത്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഫ്രണ്ട്സ് ഫിഷ് ഫാം എന്ന അലങ്കാര മത്സ്യ വിപണനശാലയാണ് ഈ കാണുന്നത്. ഫ്രണ്ട്സ് ഓർണമെൻ്റൽ ഫിഷ് ഫാം എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ പേര്. ഈ ഫാമിലേക്ക് നമ്മൾ എത്തപ്പെടുമ്പോൾ അതിൻ്റെ ഓഫീസ് സംവിധാനവും ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഫിഷ് ഫാമിൻ്റെ വിൽപ്പന കൗണ്ടറിലേക്കാണ്. വിൽപ്പന കൗണ്ടർ ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഫാമിൻ്റെ അകത്തളങ്ങളും പുറന്തളങ്ങളും ഒക്കെ ഒന്ന് ചുറ്റി സഞ്ചരിച്ച് വരാം. ഈ കാണുന്നതാണ് ഫ്രണ്ട്സ് ഫിഷ് ഫാമിൻ്റെ വിൽപ്പന കൗണ്ടർ. ഇതിലേക്ക് നമുക്ക് വിശാലമായി വീണ്ടും വരാമെന്നുള്ളത് കൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാഴ്ചകൾ കാണിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് റൗണ്ട് ചെയ്തു വരാം. ഇനി നമ്മൾ പോകുന്നത് ഇതിൻ്റെ വിശാലമായ പാടശേഖരത്തിലേക്കാണ്. ഈ കാണുന്ന ഏക്കർ കണക്കിന് പാടശേഖരത്തിലാണ് ഈ ഫിഷ് ഫാം പ്രവർത്തിച്ചു വരുന്നത്. ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ ഒരു അലങ്കാര മത്സ്യ വിപണനശാലയാണ് ഈ ഫ്രണ്ട്സ് ഫിഷ് ഫാം. ഇത്തരത്തിലുള്ള നൂറുകണക്കിന് കുളങ്ങളാണ് ഈ മേഖലയിൽ മീനുകളെ വളർത്തുന്നത്. ഒരാൾ മീനുകളുടെ സഞ്ചാരങ്ങളും അതിൻ്റെ വർണ്ണാഭമായ കാഴ്ചകളും കണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അത് എൻ്റെ ഭാര്യയുമാണ്. ഞങ്ങൾ ഈ ഫിഷ് ഫാം പലവട്ടം സന്ദർശിച്ചിട്ടുണ്ട് എങ്കിലും മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ മീനുകൾ കുറവായിരിക്കുമെന്ന് വിചാരിച്ച് വെറുതെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മെ അന്തിപ്പിച്ചു കളഞ്ഞത്. ഇത് സെല്ലിംഗ് കൗണ്ടറിൽ വിൽപ്പനയ്ക്കായി പിടിച്ചിട്ടിരിക്കുന്ന മത്സ്യങ്ങളാണ്. ഏത് കളർ, ഏത് തരം മത്സ്യം എന്നൊക്കെ ചാനലിലൂടെ പറയുവാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയുമല്ല, ഓരോന്നിൻ്റെയും പേരുകൾ ചോദിച്ച് പറഞ്ഞു തരാൻ അവിടുത്തെ ജീവനക്കാർക്ക് സമയമില്ല എന്നുള്ളത് കൊണ്ടും നമുക്ക് അതിനെക്കുറിച്ച് വിവരിക്കാൻ അറിയില്ല. നമ്മൾ ജീവിതത്തിൽ പല മേഖലകളിലും അക്വേറിയങ്ങളും അലങ്കാര മത്സ്യങ്ങളെയും ഒക്കെ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് മിക്കതിൻ്റെയും പേരുകളൊക്കെ ഒരുപക്ഷെ അറിയാമായിരിക്കാം. എന്നാൽ എനിക്ക് ഇത്തരം മീനുകളെക്കുറിച്ച് വിവിധ പേരുകൾ എൻ്റെ മെമ്മറിയിൽ ഇല്ല എന്നുള്ളതിനാൽ അതിനെക്കുറിച്ച് പറയുവാൻ എനിക്ക് സാധിക്കുന്നില്ല. മീനുകളുടെ കലവറ എന്ന് വേണമെങ്കിൽ പറയാം. അലങ്കാര മത്സ്യങ്ങൾ മാത്രമല്ല, ഭക്ഷ്യയോഗ്യമായ പലതരം മീനുകളും ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. തന്നെയുമല്ല, അത്തരം മീനുകളുടെ ജനുസുകൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കുമുണ്ട്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് ആ മേഖലയിലേക്ക് എത്തുമ്പോൾ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ ഞാൻ സെല്ലിംഗ് കൗണ്ടറുകളിൽ ഇട്ടിരിക്കുന്ന ഓരോ ഫിഷ് ടാങ്കുകളിൽ ഇട്ടിരിക്കുന്ന മീനുകളെ ഒന്ന് കണ്ണോടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഏതിനെയാണ് കൂടുതൽ പിടിക്കേണ്ടത് എന്ന് എനിക്ക് തന്നെ ഒരു നിശ്ചയവുമില്ല. കാരണം അത്രമാത്രം വെറൈറ്റി ഫിഷുകളാണ് ഇവിടെ വളർത്തി വലുതാക്കി വിൽക്കുന്നത്. പുറമേ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് വിൽക്കുന്നതല്ല. ഏക്കർ കണക്കിന് പാടശേഖരങ്ങളിൽ വിശാലമായ സൗകര്യത്തോടു കൂടി ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിയാണ് ഇവിടെ മീനുകളെ വളർത്തുന്നത്. ഈ കാഴ്ചകൾ
ഒന്ന് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. കാണുന്നതിന് ഫീസോ മറ്റ് കാര്യങ്ങളോ നിയന്ത്രണങ്ങളോ ഒന്നുമില്ല. നമ്മളുടെ കുട്ടികളും കുടുംബവുമൊക്കെ ഒന്നിച്ച് പോയി ഒരു ദിവസം ഒരു വൈകുന്നേരങ്ങളിലോ ഉച്ച സമയത്തോ ഒന്ന് ചുറ്റി വരാനുള്ള കാഴ്ചകൾ ഇവിടെ ലഭ്യമാണ്. അതിനാൽ നിങ്ങൾക്ക് രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ ഏത് സമയം വേണമെങ്കിലും ഈ ഫ്രണ്ട്സ് ഫിഷ് ഫാമിൽ പ്രവേശിക്കുന്നതിന് വിലക്കൊന്നുമില്ല. ഇത്തരം കാഴ്ചകൾ നമുക്ക് എവിടെയാണ് കാണുവാൻ കഴിയുക? നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ള ഇത്തരം കാഴ്ചകൾ നമ്മൾ കണ്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്താണ് കാണുവാൻ പോകുന്നത്? എല്ലാവരും ടൂർ പ്രോഗ്രാം എന്ന് പറഞ്ഞ് വിദേശങ്ങളിലേക്കും കേരളത്തിന് വെളിയിലേക്കുമൊക്കെ പോകുമ്പോൾ ഞാൻ എൻ്റെ സഞ്ചാരം നമ്മുടെ തൊട്ടടുത്തുള്ള കൊച്ചു കൊച്ചു പ്രദേശങ്ങൾ, കൊച്ചു പൂന്തോട്ടങ്ങൾ, ഇത്തരം വിൽപ്പനശാലകൾ, വളർത്തു കേന്ദ്രങ്ങൾ, അതുപോലെ നമ്മുടെ നാടൻ തൊഴിലുകൾ, കുലത്തൊഴിലുകൾ, ഇങ്ങനെയുള്ള കാഴ്ചകളുമായി പച്ചപ്പാടിൻ്റെ സന്തോഷം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഈ കാണുന്ന കളറുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് നിങ്ങൾ കമൻ്റ് ഇടും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അത്തരം വിവരണങ്ങളൊന്നും തന്നെ നൽകുന്നില്ല. ഈ കാണുന്ന കളറുകളൊക്കെ മത്സ്യങ്ങളാണ്. അങ്ങനെ നോക്കിയപ്പോഴാണ് പാടത്തിൻ്റെ ഒരു മൂലയിലായി ഒരാൾ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുന്നത്. ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുന്നയാൾക്ക് അനക്കമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ മീനുകൾ യഥേഷ്ടം വിഹരിക്കുന്നുമുണ്ട്. വെള്ളം പമ്പ് ചെയ്യുന്നതുകൊണ്ട് ശുദ്ധജലം എത്തുമ്പോൾ മീനിൻ്റെ ഉത്സാഹം നമുക്ക് പറഞ്ഞറിയിക്കാവുന്നതേ ഉള്ളൂ. അതിനപ്പുറത്തായി മറ്റൊരു കുളത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് അതിൻ്റെ കരയിൽ പോയി നിൽക്കാൻ പോലും എനിക്ക് പേടി തോന്നുന്നു. നമ്മളെ വലിച്ചുകൊണ്ട് പോകുവാൻ വലിപ്പത്തിലുള്ള മത്സ്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. നമ്മളെക്കാൾ വലിയ മത്സ്യങ്ങൾ ഈ കുളത്തിലും അതിനപ്പുറത്തെ കുളത്തിലുമൊക്കെ യഥേഷ്ടമുണ്ട് എന്ന് അവർ പറഞ്ഞപ്പോൾ ആ കുളത്തിന് ചേർന്ന് നിൽക്കാൻ ഒരു ഭയപ്പാട് എന്നിൽ രൂപപ്പെട്ടു. അത്രമാത്രം വലിയ മീനുകളാണ് ഈ കുളത്തിലൊക്കെ വളരുന്നത്. ഞാൻ അല്പം അകലെ നിന്നാണ് ക്യാമറ പിടിക്കുന്നുള്ളത് കൊണ്ട് മീനിൻ്റെ യഥാർത്ഥ വലിപ്പം നിങ്ങൾ കാണിക്കുവാൻ നിവൃത്തിയുമില്ല. തന്നെയുമല്ല, ഉച്ച സമയമായതുകൊണ്ട് ആകാശത്തിൻ്റെ പ്രതിഫലനം മുഴുവൻ ക്ലിയറായി നമുക്ക് മീനുകളെ കിട്ടാൻ ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടു. അടുത്ത സെല്ലി കൗണ്ടറിലെ ഒരു തരം മീനുകളാണ്. പേരുകൾ ചോദിക്കാൻ അടുത്താരും തന്നെയില്ല. നിങ്ങൾ പേരുകൾ തിരിച്ചറിയും. നിങ്ങൾക്ക് ഏത് മീനുകൾ വേണം, എത്ര മീൻ വേണം, എല്ലാം തൂക്കത്തിനാണ് വില എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ചിലതിന് കിലോയ്ക്ക് 1500 അതിനു മുകളിലുമുള്ള വിലയുള്ള മീനുകളാണ് ഇവിടങ്ങളിലുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള 1, 2, 10 എത്രയാണോ എന്ന് വെച്ചാൽ അവർ അത് പിടിച്ച് തൂക്കിയെടുത്ത് ബില്ലാക്കി നമുക്ക് വീട്ടിലെത്താൻ ആവശ്യത്തിനുള്ള ഓക്സിജനും നിറച്ച് പാക്ക് ചെയ്ത് തന്നുവിടും എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. ഞാനങ്ങനെ ഓരോ ഫിഷ് ടാങ്കുകളും മെല്ലെ മെല്ലെ നടന്നു നീങ്ങി കണ്ടു പോവുകയാണ്. അതിനിടയിൽ ഞാൻ പുറത്തേക്കിറങ്ങിയപ്പോഴാണ് ഓരോ കുളത്തിൻ്റെ സൈഡിലും മീൻ കയറിപ്പോകാതെ മതിൽ കെട്ടിയിട്ടുണ്ട്. അതിന് മുകളിൽ വലയും ഇട്ടിട്ടുണ്ട്. ഇതിനിടയിലുള്ള സ്ഥലങ്ങളിലൂടെ താറാവും പറ്റങ്ങൾ അങ്ങനെ കൂട്ടമായി സഞ്ചരിക്കുന്നു. ഇത് യഥാർത്ഥ ഉടമയുടെ വീട് ഇതിൻ്റെ തൊട്ടുകരയിലായതുകൊണ്ട് അവർക്കാവശ്യമുള്ള താറാവും പറ്റത്തെ വളർത്തുകയാണ്. അതുമൊരു കാഴ്ചയാണ്. തന്നെയുമല്ല, അവർക്കാവശ്യമുള്ള മുട്ടയും കിട്ടുമല്ലോ. ഈ കാണുന്ന പ്രദേശങ്ങളെല്ലാം കംപ്ലീറ്റ് വലയിട്ടാണ് ഓരോ കുളങ്ങളിലും മീനുകളെ വളർത്തുന്നത്. ഇടയ്ക്കുള്ള വഴികൾ അവർക്ക് സഞ്ചരിക്കുവാനുള്ള പാതയുമാണ്. ഓരോ തരം മീനുകളെ കാണുമ്പോൾ ചിലപ്പോഴൊക്കെ മനസ്സിൽ വല്ലാത്തൊരു അനുഭൂതി രൂപപ്പെടും. കുറച്ചൊക്കെ ഒരു കുസൃതി പോലെ തോന്നുകയും ചെയ്യും. മനുഷ്യൻ്റെ മനസ്സ് മീനുകളെപ്പോലെ പാളിപ്പാളി പോകുന്ന സമയങ്ങളുണ്ടല്ലോ. ഇത്തരം കാഴ്ചകൾ കണ്ടാൽ എങ്ങനെയാണ് മനസ്സ് കുളിർമ രേഖപ്പെടുത്താതിരിക്കുക? എന്തെല്ലാം കളർഫുള്ളുള്ള മത്സ്യങ്ങളാണ് എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല.
അങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഒരു സെല്ലിംഗ് കൗണ്ടറിലെ ഫിഷ് ടാങ്കിൽ നമുക്ക് പരിചിതമായ ഒരു മത്സ്യക്കുഞ്ഞുങ്ങളെ കണ്ടത്. അപ്പോൾ അവിടെ വാങ്ങാൻ വന്ന ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് വരാൽ കുഞ്ഞുങ്ങളാണ് എന്ന് പറഞ്ഞു. ഇത്തരം വരാൽ കുഞ്ഞുങ്ങളെയും അതുപോലെ നാടൻ മീനുകളായ മുഴികൾ, സിലോപ്പി, ഇതെല്ലാ തരം കുഞ്ഞുങ്ങളെയും ഇവിടെ ലഭ്യമാണ്. ഫാം നിസ്സാര ഫാമല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഈ കാണുന്നത് മുഴുവൻ വരാൽ കുഞ്ഞുങ്ങളാണ്. ഇവയൊക്കെ തൂക്കത്തിനനുസരിച്ച് ഇവിടെ ലഭ്യമാണ്. നമുക്ക് വളർത്തുവാൻ സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ അലങ്കാര മത്സ്യങ്ങൾ കൂടാതെ നമുക്ക് ഭക്ഷ്യയോഗ്യമായ പലതരം മത്സ്യങ്ങളും ഇവിടെ വലുതിനെയും ചെറുതിനെയും കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത. നമ്മൾ കാണുക ഇത്തരത്തിലുള്ള വിശാലമായ സെല്ലിംഗ് കൗണ്ടർ ഫിഷ് ടാങ്കുകളാണ് ഒരു ഭീമാകാരനായ ഒരു ഷെഡിൽ ഒരുക്കിയിട്ടുള്ളത്. ഏതു തരം നാടൻ മീനുകളും അതുപോലെ ഇവിടെ ലഭ്യമാണ്. വളർത്തുവാൻ പാകത്തിനുള്ളതും വരാലോ മുഴികളോ എന്നു വേണ്ട ഏത് തരത്തിനെയും നമുക്ക് ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ടുപോയി ഉപയോഗിക്കാവുന്നതുമാണ്. കൂടുതലും കുഞ്ഞുങ്ങളാണ് എന്നുള്ളതാണ് പ്രത്യേകത. കാരണം മീൻ അലങ്കാര മത്സ്യങ്ങളെ വിപണനം നടത്തുന്ന മേഖല ആ കൂട്ടത്തിൽ നാടൻ മത്സ്യക്കുഞ്ഞുങ്ങളെയും വിപണനം നടത്തുന്നു എന്ന് മാത്രം. ഓരോ കാഴ്ചകളും നമ്മൾ കണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഏതിനെയാണ് ഇനി കാണാനുള്ളത് എന്ന് നമുക്കൊരു ശങ്ക തന്നെ തോന്നിപ്പോകും. അത്രമാത്രം വെറൈറ്റി മീനുകളാണ് ഓരോ ടാങ്കിലുമായി നിറഞ്ഞു കവിഞ്ഞ് കിടക്കുന്നത്. കാഴ്ചകൾ ഓരോന്നും കാണുന്തോറും സമയങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. തന്നെയുമല്ല, ഈ ഫാമിൻ്റെ മുഴുവൻ വീഡിയോകളും ഒരു വീഡിയോയിൽ ഒതുക്കി നിങ്ങളെ കാണിച്ചാൽ നിങ്ങൾ ആരും തന്നെ കാണുകയുമില്ല. ഈ കാണുന്ന ഭീമാകാരനായ ജനറേറ്റർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ ഷെഡിൻ്റെയും അതുപോലെ ഈ മേഖലയിലെ ഈ ഫാമിൻ്റെ വലിപ്പവും അതിൻ്റെ അത്യാധുനിക സൗകര്യങ്ങളും. അത്രമാത്രം എഫേർട്ടുള്ള മുടക്കുള്ള വലിയൊരു ഫാമാണ് ഫ്രണ്ട്സ് ഫിഷ് ഫാം. ഇതിൻ്റെ ഉടമയുടെ പേര് രാജൻ എന്നാണ്. അദ്ദേഹം ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ തയ്യാറായില്ല. വീഡിയോ നിങ്ങൾ പിടിച്ചുകൊള്ളൂ, ഇത് വർഷങ്ങളായി ഞാൻ നടത്തി വരുന്നതാണ്. തന്നെയുമല്ല, ഇവർക്ക് ഇത് കൂടാതെ ഇത്തരം പല ഫാമുകൾ കേരളത്തിൽ പലയിടത്തുമുണ്ട് എന്നുള്ളതും ഒരു പുതിയ അറിവായി എനിക്ക് അനുഭവപ്പെട്ടു. എറണാകുളം ജില്ലയിൽ തന്നെ 2-3 ഫാം മറ്റു സ്ഥലങ്ങളിലുണ്ട്. കുറുപ്പുംപടിയിലുണ്ട്, അതുപോലെ പണ്ടപ്പിള്ളിയിലുണ്ട് എന്നൊക്കെ അവിടുത്തെ ജീവനക്കാർ പറയുകയുണ്ടായി. തന്നെയുമല്ല, മത്സ്യക്കുഞ്ഞുങ്ങളെ കൊടുത്ത് വളർത്തി വലുതാക്കി തിരികെ വാങ്ങുന്ന പദ്ധതിയും ഇവർക്കുണ്ട്. നമ്മൾക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെയും അതിനു വേണ്ട സൗകര്യങ്ങളും ഇവർ തന്നുവിടും. നമ്മൾ മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കിയാൽ അതിന് ആനുപാതികമായ വില നൽകി ഇവർ തിരിച്ചെടുക്കുന്ന ഒരു സ്കീമും ഇവർക്ക് ഉണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നല്ല, ഇന്ത്യയിലെമ്പാടേക്കും ഇവിടുന്ന് മത്സ്യങ്ങൾ കയറിപ്പോകുന്നു. മത്സ്യങ്ങൾ ലോഡ് കണക്കിനാണ് അലങ്കാര മത്സ്യങ്ങൾ കയറിപ്പോകുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. തന്നെയുമല്ല, ചില്ലറ വിൽപ്പനകൾ ഇങ്ങനെ നടക്കുന്നു. സെല്ലിംഗ് കൗണ്ടറിൽ 2-3 കസ്റ്റമേഴ്സ് വന്ന് അവർക്ക് ആവശ്യമുള്ളതിനെ പറഞ്ഞ് ചൂണ്ടിപ്പറയുമ്പോൾ അവർ പിടിച്ച് ഇതുപോലെ പാക്ക് ചെയ്ത് നമുക്ക് എത്ര ദൂരം പോകണമോ എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഗ്യാസ് നിറച്ച് അവർ പാക്ക് ചെയ്ത് തന്നുവിടുന്നു. അതാണ് ഈ കാണുന്നത്. സെല്ലിംഗ് കൗണ്ടറിൽ ഇന്ന് നല്ല തിരക്കാണ്. തന്നെയുമല്ല, ലോഡ് കയറ്റാൻ വണ്ടി വന്നിട്ടുണ്ട് എന്ന് ഒരാൾ പറഞ്ഞപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. ആന്ധ്രയ്ക്കുള്ള ഒരു ലോഡ് മീൻ അവിടെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും എനിക്ക് കാണുവാനായി. നല്ല തിരക്കുള്ള കൗണ്ടറിൽ വെറുതെ വീണ്ടും ഞാൻ എൻ്റെ ക്യാമറയെ ആ കണ്ണാടിക്കൂട്ടിലേക്ക് ചലിച്ചപ്പോൾ കണ്ണും കാതും ഒരുമിച്ച് കുളർന്നു എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. ഫ്രണ്ട്സ് ഫിഷ് ഫാമിൻ്റെ ലോറികൾ ലോഡുമായി വന്നിട്ടുണ്ട്. തന്നെയുമല്ല, ഈ കാണുന്ന ലോറി ആന്ധ്രയ്ക്ക് പോകാനുള്ള ലോഡ് മീൻ കയറ്റി
വണ്ടി പുറപ്പെടാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന രംഗമാണ്. ഞാൻ അവരുടെ അനുവാദം ചോദിച്ച് ഇതെങ്ങനെയാണ് മീനുകളെ കൊണ്ടുപോകുന്നത് എന്നറിയാൻ വണ്ടിക്കകത്ത് കയറിയപ്പോഴാണ് ഇത്തരം ടാങ്കുകളിൽ ഓക്സിജനൊക്കെ പ്രത്യേകം ട്യൂബുകളിൽ ഘടിപ്പിച്ച് മോട്ടോർ വച്ച് എല്ലാ ഫെസിലിറ്റിയോടു കൂടിയാണ് ഈ വണ്ടികൾ ആന്ധ്രയിലേക്ക് പോകുന്നത്. തന്നെയുമല്ല, ഇടയ്ക്കൊക്കെ ഒരു ദിവസമൊക്കെ കഴിഞ്ഞാൽ വെള്ളം മാറാനുള്ള എല്ലാ സൗകര്യങ്ങളും ആ വണ്ടിക്കകത്തുണ്ട്. അങ്ങനെ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വീണ്ടും വലിയ കുളങ്ങളിലേക്കൊക്കെ നോക്കിയപ്പോൾ എവിടെയാണ് ക്യാമറ പിടിക്കേണ്ടത് എന്ന് പോലും എനിക്ക് വെമ്പൽ അനുഭവപ്പെട്ടു. അത്രമാത്രം ഏത് കുളത്തിൽ നോക്കിയാലും അലങ്കാര മത്സ്യങ്ങൾ. നമ്മളൊക്കെ 2 മീനുകളെ ഒരു അക്വേറിയത്തിലിടുമ്പോൾ അതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നത് കണ്ടിട്ട് ഈ കാണുന്ന ഭീമാകാരനായ വലിയ കുളങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് അലങ്കാര മത്സ്യങ്ങൾ കടന്ന് പുളയണ കാണുമ്പോൾ ഈ കാഴ്ചകൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇതാണ് വലിയ കുളത്തിൽ നിന്ന് ചെറിയ വല കൊണ്ട് ഓടിച്ച് കൊണ്ടുവന്നൊരു മൂലയിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് അവയെ ലോഡ് ചെയ്യാൻ പാകത്തിന് കൂട്ടി നിർത്തിയിട്ടുള്ളതാണ് ഈ കാഴ്ച. ഇങ്ങനെ ലോഡ് കണക്കിന് സാധനങ്ങളാണ് ഇവിടെ നിന്നും കയറിപ്പോകുന്നത്. സ്നേഹം നിറഞ്ഞവരെ, സമയം കിട്ടുന്നവരൊക്കെ ഇത്തരം നമ്മുടെ പ്രദേശങ്ങളിലെ കൊച്ചു കൊച്ചു കാഴ്ചകളൊക്കെ ഒന്ന് പോയി കാണുകയും നമ്മുടെ മക്കളെയൊക്കെ കാണിച്ച് ഇത്തരം കാഴ്ചകൾ കണ്ട് ഒന്ന് ബോറടി മാറ്റി കുട്ടികളെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുത്തി മെനക്കെട്ട് പഠിപ്പിക്കുന്നവർക്ക് ഇതൊരു പാഠമാകട്ടെ. കാരണം അവർക്ക് ഇടയ്ക്കൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടാൻ ഇത്തരം കാഴ്ചകൾ നല്ലതാണ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. തന്നെയുമല്ല, അക്വേറിയങ്ങളൊക്കെ മിക്ക വീടുകളിലും ഉണ്ടെങ്കിലും പലരും അത് പരിപാലിക്കുന്നതിൽ മടി കാണിക്കുന്നവരാണ്. എല്ലാവരും വാങ്ങിക്കൂട്ടും, പക്ഷേ അവ നിലനിർത്തില്ല എന്നുള്ളതാണ് പ്രത്യേകത. എന്നാൽ കുട്ടികളെ നമ്മൾ അതിന് പ്രേരിപ്പിച്ചാൽ ഒരു പക്ഷേ അവർ അതിന് ഉത്സാഹം കാണിക്കുകയും അവർക്കതൊരു പഠനങ്ങളുടെ ഇടയ്ക്ക് ഒരു റിലാക്സേഷൻ കിട്ടാൻ ഉപകാരപ്രദമാകും എന്നാണ് എൻ്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത്. സ്നേഹം നിറഞ്ഞവരെ, പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനൽ ഇത്തരം കാഴ്ചകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഇവയെല്ലാം പകർത്തി നിങ്ങളുടെ മക്കളെയും മരുമക്കളെയും നിങ്ങൾക്കുമൊക്കെ ഇത് കാണുക, ആസ്വദിക്കുക. അങ്ങനെ ആസ്വദിക്കണമെങ്കിൽ പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനൽ നിങ്ങൾ യൂട്യൂബിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും തത്സമയം നിങ്ങൾക്ക് കാണുവാൻ കഴിയും എന്നുകൂടെ പറഞ്ഞുകൊള്ളട്ടെ. അങ്ങനെ പച്ചപ്പാടിൻ്റെ സന്തോഷം പുളയുന്ന കുളങ്ങൾ, മീൻ കൊണ്ട് പുളയുന്ന കുളങ്ങളെ കവർ ചെയ്ത് മെല്ലെ മുമ്പോട്ട് പോവുകയാണ്. ഇന്നത്തെ കാഴ്ചകൾ ഒരുപാട് നീണ്ടുപോയാൽ നിങ്ങൾക്ക് തന്നെ അത് ബോറടിയാകും എന്നുള്ളത് കൊണ്ട് എൻ്റെ കാഴ്ചകൾ ഞാൻ മെല്ലെ വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. വിശാലമായ കുളങ്ങൾ, ഇത്തരം വിശാലമായ പല കുളങ്ങളിലാണ് ഈ വക മീനുകൾ വളരുന്നത് എന്ന് നാം ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തുമാത്രം മുടക്കുള്ള ഫ്രണ്ട്സ് ഫിഷ് ഫാമിൻ്റെ അത്യാവശ്യം കാഴ്ചകളൊക്കെ ഞാൻ ഒന്ന് ഒപ്പിയെടുത്തിട്ടുണ്ട്. മുഴുവൻ കാഴ്ചകളും ഈ ഒറ്റ വീഡിയോയിൽ ഒതുക്കിയാൽ നിങ്ങൾ കാണുകയില്ല എന്നുള്ളത് കൊണ്ട് ഭൂരിഭാഗവും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. പ്രധാന പോയിന്റുകൾ മാത്രം നിങ്ങളെ കാണിച്ചുകൊണ്ട് പച്ചപ്പാടിൻ്റെ സന്തോഷം ഇന്നത്തെ ചാനൽ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ കാണുന്ന പൽചക്രമുള്ള മെഷീനിൽ കയറിയാണ് ഇവർ മീൻ പിടിക്കാൻ പോകുന്നതും മീനിന് തീറ്റ കൊടുക്കുന്നതും എന്നുള്ളതും പറഞ്ഞുകൊള്ളട്ടെ. പച്ചപ്പാടിൻ്റെ സന്തോഷം ഇവിടെ അവസാനിക്കുന്നു. ഫ്രണ്ട്സ് ഫിഷ് ഫാമിൻ്റെ പ്രവർത്തന സമയം രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. ഞായറാഴ്ച മുടക്കമാണ് എന്നും പറയുന്നു. എന്നെ കേട്ട, എന്നെ കണ്ട എല്ലാവർക്കും നന്ദിയും സന്തോഷവും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.